എല്ലാവർക്കും ലില്ലീസ് കിച്ചൺ മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. നേരെ നമുക്കിതിന് ഞാൻ 1/4 കിലോളം ഇഞ്ചി എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റാവശ്യമുള്ള സാധനങ്ങൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കടുക്, വാളംപുളി, കറിവേപ്പില, പച്ചമുളക്, തേങ്ങ, അരമുറി തേങ്ങ നമുക്ക് ആവശ്യമായിട്ടുണ്ട്, വെള്ളം. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് രണ്ടായിട്ട് മാറ്റണം. അതിൻ്റെ ചണ്ടിയും അതുപോലെ തന്നെ അതിൻ്റെ നീരും രണ്ടായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സത്ത് നമുക്ക് കിട്ടണം. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് അതിൻ്റെ ചണ്ടിയും അതേപോലെ നീരും മാറ്റി വെക്കാവുന്നതാണ്. ഒരു നീരാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ സത്തൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, സദ്യക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കറിയാണ് ഇഞ്ചിക്കറി എന്നുള്ളത്. ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അന്നേരം ഇതാണ് അതിൻ്റെ നീര്. അന്നേരം ചണ്ടിയും നീരും രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അന്നേരം ഇനി അതിനകത്ത് നീര് നമുക്ക് കറക്റ്റായിട്ട് എടുക്കുക. അതിനകത്ത് ചണ്ടിയൊന്നുമില്ല, നല്ല ഇതായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ചണ്ടിയും മാറ്റി വെച്ചു, നീരും സെപ്പറേറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ നീര് മാറ്റി എടുത്ത് വെച്ചിട്ടുള്ള ചണ്ടിയില്ലേ ഇഞ്ചിയുടെ, ആ ചണ്ടിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. കുറച്ച് സമയത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട അടുത്ത പൊടി എന്ന് പറയുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ദഹനത്തിനൊക്കെ വളരെ നല്ലൊരു കറിയാവും കേട്ടോ ഇഞ്ചിക്കറി എന്നുള്ളത്. എടുത്ത മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ലൊരു കളറായിട്ട് വരണം. നല്ല ഭാഗത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇത് ഏകദേശം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഇഞ്ചിക്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 2-3 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. നമുക്ക് 2-3 ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാങ്ങിലെത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫാക്കാവുന്നതാണ്. ഓഫാക്കിയിട്ട് നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, വീണ്ടും ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. അതേപോലെ കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ വാളംപുളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാളംപുളി ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു. അതുപോലെ തന്നെ ഈ നോക്കുക, ഇനി ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഇഞ്ചി പിഴിഞ്ഞിട്ടൊരു വെള്ളം എടുത്തില്ലായിരുന്നു, ആ വെള്ളത്തിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ നമ്മൾ നേരത്തെ ആക്കി വെച്ച അരപ്പ്, ഇഞ്ചിയും തേങ്ങയൊക്കെ ഇട്ട അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മുടെ ഇത് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള, നേരത്തെ നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്ന പൊടികളും തേങ്ങയും ഇഞ്ചിയൊക്കെ ഇട്ട് ആക്കി ആയത് നല്ല വൃത്തിക്ക് അരച്ചു. അന്നേരം അരച്ച് ഇതും കൂടി നമുക്കിപ്പോൾ ആ നീരിൻ്റെ കൂടെ വാളംപുളി ഇട്ട് നീരും ഇട്ടതാണ്, ഇഞ്ചി നീരും കൂടി ഇട്ടതാണ്, അതിനകത്തോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയാവും. അന്നേരം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ദഹനത്തിന് ഏറ്റവും വളരെ നല്ലൊരു കറിയാണ്. ഇതിൻ്റെ ഒരു വളരെ കുറച്ച് നമുക്ക് ഉപയോഗിച്ചാൽ മതി. നമുക്കറിയാം ഹോട്ടലുകളിലൊക്കെ നമുക്ക് ഈ ഒരു ഇഞ്ചിക്കറി സദ്യ കഴിക്കുവാണെങ്കിൽ കിട്ടാറുണ്ട്. അതുപോലെ സദ്യക്കൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അന്നേരം നമുക്ക് ഈസി ആയിട്ടൊക്കെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ കൊടുക്കാം. അന്നേരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മറ്റൊരു വിഭവമായി അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്